ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒഫീഷ്യൽ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനാണ്. ജോസഫ് അച്ഛനെ ഏറ്റവും സ്നേഹാദരങ്ങളോടുകൂടി ഈ വേദിയിലേക്ക് നമുക്ക് കയ്യടികളോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം. അതോടൊപ്പം കേരള അസോസിയേഷൻ ഓഫ് ടൗൺസിലിന്റെ ഈ വർഷത്തെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കായി അതിമനോഹരമായ ഈ ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുന്നത് അവരാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഇത് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്കറിയാം, ആദ്യമായിട്ട് നമ്മുടെ QR കോഡ് വെച്ച് സൈൻ ഇൻ ചെയ്ത് കയറുന്ന ഒരു പുതിയൊരു സ്റ്റെപ്പിലേക്ക് തന്നെ അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് കൊടുക്കാം. കേരള അസോസിയേഷൻ ഓഫ് ടൗൺസിലിന്റെ എല്ലാ കമ്മിറ്റിക്കാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇനി ആരെങ്കിലും സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രദീപ് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കമ്മിറ്റി നമ്മുടെ ഈ അസോസിയേഷന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്നലത്തെ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിലും 3 മണിക്കാണ് ഇവിടുന്ന് ചില കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ പിരിഞ്ഞത്. കാരണം ഇവിടെ നമുക്ക് ഏകദേശം ഒരു 9 മണി വരെ സ്റ്റേജ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവർക്ക് കുറെ ഡെക്കറേഷൻസിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം വെളുപ്പിന് 3 മണിക്കാണ് പലരും ഇവിടുന്ന് പിരിഞ്ഞതെന്ന് കേട്ടു. അപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അപ്പോൾ പ്രിയ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആദ്യത്തെ തിരിതെളിച്ച് നമ്മുടെ 2024 വിഷു ഈസ്റ്റർ പരിപാടികൾ ഇതാ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് ഇനിയുള്ള ബാക്കിയുള്ള കമ്മിറ്റി മെമ്പേഴ്സ് 2 പേര് വെച്ചോ. ഇല്ല, അടുത്ത് നിൽക്ക്. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അകന്ന് നിൽക്കാതെ ഒറ്റ കെട്ടായിട്ട് നിന്ന് അല്ല നല്ല രസമുള്ളൂ ഇതിന്റെയൊക്കെ. എല്ലാവരും ഒരു സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക. നമുക്കൊരു ആദരവ്. വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ദീപം എന്ന് പറയുന്നത് നന്മയുടെ ശക്തിയുടെ സ്രോതസ്സാണ്. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു കൈയടിയും കൂടി ഈ ഹോളൊന്നും എടുക്കട്ടെ. താങ്ക് യു. എല്ലാ കമ്മിറ്റിക്കാർക്കും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ. എനിക്കറിയാം നിങ്ങൾ വളരെ ബിസിയാണ് പല സ്ഥലങ്ങളില്. നമ്മോടൊപ്പം പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ ഇന്ന് പ്രത്യേക പരിപാടികളുണ്ട്. അപ്പോൾ അച്ഛന് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ നമുക്ക് ഒരു 2 വാക്ക് ആശംസ അറിയിക്കുന്നതായിരിക്കും. ചെറിയ തിരുത്ത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് 2 വാക്ക് ആദ്യം സംസാരിക്കുന്നതാണ്. ഗുഡ് ഈവനിങ് എവരിവൺ. ഹാപ്പി ഈസ്റ്റർ ആൻഡ് വിഷു ആശംസകൾ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, എത്രയും പ്രിയപ്പെട്ട കാറ്റ് കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും നന്മയുടെയും വളരെ സന്തോഷത്തിന്റെയും ഈസ്റ്റർ വിഷു ആശംസകൾ വളരെ ആദരവോടെ നേരുന്നു. ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഐക്യത്തിലും സ്നേഹത്തിലും വീട്ടിന്മേൽ വിജയവും പ്രത്യാശയും എന്നിവ സൂചിപ്പിക്കുന്ന ഈസ്റ്ററും വിഷുവും ആഘോഷിക്കുവാനാണല്ലോ. ഈ 2 ആഘോഷങ്ങളിലും പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ പുതുവർഷമാകട്ടെ എന്ന് ഏറ്റവും നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെയും ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. ഈ കൂട്ടായ്മ നമ്മളെ ഒത്തുചേർക്കുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകവും അതിന് അപ്പുറമുള്ള ഐക്യവും കൊണ്ടാണല്ലോ.
ഇന്നത്തെ ഈ പരിപാടി വൈവിധ്യമാർന്ന കലാവിരുന്നുകളുടെ ഒരു ആഘോഷമാകട്ടെ. ഈ സായം സന്ധ്യ അതിമനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു ബിജു. രണ്ടു വാക്ക് സംസാരിക്കാനുള്ള പ്രിയപ്പെട്ട ജോസഫ് അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ക്യാൻസിൻ്റെ പ്രസിഡന്റ് ബിജു, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇങ്ങനെയൊരു ഒത്തുചേരൽ പങ്കാളിയാകാനായിട്ട് അവസരം ലഭിച്ചതിന് ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈസ്റ്റർ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആഘോഷമാണ്. യേശുവിൻ്റെ ഉയർപ്പ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും ഉയർപ്പ് ആഘോഷിക്കുക എന്നാണ്. ഈ ഉയർപ്പ് അല്ലെങ്കിൽ ഈസ്റ്റർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു നന്മ പ്രതീക്ഷയാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന ഒരു വലിയ സന്ദേശമാണ് ഈശ്വർ നമുക്ക് നൽകുന്നത്. ജീവിതത്തിൻ്റെ അവസാനമാണ് മരണമെന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഈശ്വർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മരണത്തിനപ്പുറത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്നാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഫിസിക്കൽ ഡെത്ത് മാത്രമല്ല, മരണകരമായ ഒത്തിരി അനുഭവങ്ങൾ നമുക്കൊക്കെയും ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇനിയൊന്നും അവശേഷിക്കുന്നില്ല, ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല, there is nothing more to expect എന്ന് ഒക്കെ നമുക്ക് തോന്നുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും സന്ദർഭങ്ങളും ഒക്കെ. And Easter gives us this message that there is still more to go. ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനിയും എൻ്റെ ജീവിതത്തിൽ പ്രഭാതം ഉദിക്കും. ഇനിയും എനിക്ക് നക്ഷത്രങ്ങളിൽ കാണാനാകും. ഇനിയും എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാനാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയുടെ സന്ദേശം. അതാണ് ഈശോ നമുക്ക് നൽകുന്നത്. വിഷു മലയാളികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉത്സവം എന്നാണ് വിഷു അറിയപ്പെടുന്നത്. ഓണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം. ഓണവും വിഷുവും യഥാർത്ഥത്തിൽ നമുക്കറിയാം കേരളത്തിൻ്റെ മാത്രം ഉത്സവങ്ങളാണ്. അത് ഹൈന്ദവ ഉത്സവങ്ങളാണ്. പക്ഷേ മറ്റ് നമ്മുടെ ഭാരതത്തിൽ പോലും മറ്റു നാടുകളിലൊന്നും, മറ്റ് നോർത്ത് ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിലൊന്നും ആഘോഷിക്കപ്പെടുന്നില്ലാത്ത ഉത്സവങ്ങളാണ്. വിഷു കേരളത്തിൻ്റെ പുതുവർഷം ആരംഭം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതൊരു കൊയ്ത്തുത്സവമാണ്. സാധാരണ ഒരു കൊയ്ത്തുത്സവമാണ്. വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയാം, ഈ വിഷു കടിയും വിഷു കൈനീട്ടവും ഒക്കെയാണ്. വിഷു കൈനീട്ടം തരുവായിരിക്കും നിങ്ങൾക്കൊക്കെ ആണെങ്കിലും എനിക്കാരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. എന്തായാലും ഈ വിഷു കണി മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ. ഞാനൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹൈന്ദവ കുടുംബമായിരുന്നു. 20 ആയിട്ടുള്ള ഒരു കുടുംബം. അപ്പോൾ അവിടുത്തെ ചേച്ചി വിഷുക്കണി കാണാനായിട്ട് ഞങ്ങളെയും വിളിക്കും. അവരെ വെളുപ്പിന് എഴുന്നേറ്റാണ് വിഷുക്കണി കാണുന്നത്. ഞങ്ങൾ രാവിലെ എല്ലാവരും വെളുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും അത് ചെന്ന് കാണുന്നത് ഈ പൂക്കളും പഴങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമൊക്കെ ആയിട്ട് മനോഹരമായിട്ട് വിഷുക്കണി ഒരുക്കുന്നത്. പിന്നീട് സിനിമകളിലൊക്കെ ഒത്തിരി നമ്മൾ കാണാറുണ്ട്. ഈ വിഷുക്കണിയുടെ ഒരു പ്രത്യേകത നമുക്ക് അറിയാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഈ സാധാരണ വീട്ടിലെ അമ്മമാരാണ് വിഷുക്കണി ഒരുക്കുന്നത്. തലേ ദിവസം തന്നെ അത് ഒരുക്കി വയ്ക്കണം. പ്രിപ്പയർ ഇറ്റ് ബിഫോർ ഹാൻഡ് അല്ലേ. രാത്രി തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ്
വിഷുവിൻ്റെ വന്ന് വെളുപ്പിനെ അല്ലെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് വിഷുക്കണി കാണിക്കുന്നത്. അപ്പോൾ തലേന്ന് നന്നായിട്ട് ഒരുങ്ങിയാലാണ് പിറ്റേന്ന് നല്ല കണി കാണാൻ നിൽക്കും, അല്ലേ? അതിന് സംശയമില്ല. സോ അത് നമുക്ക് നൽകുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത്, ഇന്ന് ഞാൻ നന്നായി ഒരുങ്ങിയാലേ, എൻ്റെ ജീവിതം നന്നായിട്ട് ഉപയോഗിച്ചാലേ, പ്രയോജനപ്പെടുത്തിയാലേ നാളെ നല്ല ഒരു പ്രഭാതം എനിക്കുണ്ടാകും. നാളത്തെ എൻ്റെ ജീവിതം അഷ്വർ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ പ്രവൃത്തികളാണ്. ഇന്ന് ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ, ഇന്ന് ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചാൽ, എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നന്നായിട്ട് നിർവഹിക്കാൻ എനിക്ക് പറ്റിയാൽ ഡെഫിനറ്റ്ലി നാളെ എനിക്ക് നല്ലതായിരിക്കും. ആ ഒരു ബോധ്യവും സന്ദേശവും ഒക്കെ ഈ വിഷു കണി നമുക്ക് നൽകുന്നുണ്ട്. സോ നമുക്കെല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ, നല്ല ഒരു നാളെ ലഭ്യമാകട്ടെ എന്ന് ഉള്ളൊരു പ്രാർത്ഥന കൂടിയാണ് വിഷു എന്ന ഉത്സവം നമുക്ക് നൽകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ വിഷുക്കാലത്തും നമ്മൾ ഓർക്കാറുള്ള ഒരു കൊച്ചു കവിതാശകലം, ഞാനത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കൊച്ചു കവിതയുണ്ട്, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതു ധൂസര സങ്കല്പങ്ങളിൽ ജനിച്ചാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പോഴും. ഏതു ധൂസര സങ്കല്പങ്ങളിൽ ജനിച്ചാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പോഴും. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരൻ്റെയും വിഷുവിൻ്റെയും മംഗളം.